പ്രിയ സഹോദരങ്ങളെ, അവസാന കാലഘട്ടത്തിൽ നാം എന്താണ് ഇനി ചെയ്യേണ്ടത്? മരിയ സിമ്മ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ ഈശോയും മാതാവും കൊടുത്ത വെളിപ്പെടുത്തലുകൾ നമുക്ക് നോക്കാം. നിത്യജീവിതത്തെക്കുറിച്ച് പ്രത്യാശയില്ലായ്മയാണ് ഭൂമി അഭിശപ്തമാകും വിധം പാപം വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കിയത് എന്നാണ് പറയുക. കാരണം മരണത്തോടെല്ലാം അവസാനിക്കുന്നു എന്ന മട്ടിൽ ലൗകിക ജീവിതത്തിൽ മാത്രം ആശയർപ്പിച്ച് പരിഭ്രാന്തരായി നെട്ടോട്ടമോടുന്ന ഒരു ജനതകളോട് ഒരേ ഒരു ചോദ്യം: ഈ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുമോ? ഇല്ല എന്ന സത്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഓസ്ട്രിയയിലെ ഷൊൺടാഗ് എന്ന ഗ്രാമത്തിലെ മരിയ സിമ്മ എന്ന സഹോദരിയുടെ അനുഭവം നമുക്ക് ഈ നിമിഷം ചിന്തിക്കാം. ശാരീരിക അസുഖം മൂലം മഠത്തിൽ ചേരുവാൻ കഴിയാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന മരിയയുടെ അമ്മ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കുകയും ധാരാളം സഹനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. മരിയ ഈ പ്രത്യേക അനുഭവത്തിലൂടെ വരുന്നത് 25 വയസ്സുള്ളപ്പോഴാണ്. മുറിയിൽ ആരോ നടക്കുന്ന ഒരു അനുഭവം, അങ്ങനെയാണ് ഈ അനുഭവത്തിൻ്റെ തുടർച്ച. മുറിയിൽ ആരോ നടക്കുന്നതായി തോന്നിയ മരിയ ഇതാരാണ് എന്ന് ചോദിച്ചു. മറുപടിയില്ല. മരിയ അയാളെ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ അനുഭവം സ്വന്തം ആത്മീയ പിതാവിൻ്റെ അടുത്ത് മരിയ പങ്കുവെച്ചു. പിതാവ് പറഞ്ഞു, അടുത്ത തവണ വരുമ്പോൾ ആരാണ് എന്ന് നീ ചോദിക്കരുത്. താങ്കൾ എന്തിനാണ് വന്നത്, എന്താണ് താങ്കൾക്ക് വേണ്ടത് എന്നാണ് നീ ചോദിക്കേണ്ടത്. അടുത്ത തവണ മുറിയിൽ അയാൾ വന്നപ്പോൾ മരിയ ചോദിച്ചു, എന്താണ് താങ്കൾക്ക് വേണ്ടത്? ഉടനടി ആ ആത്മാവ് പറഞ്ഞു, 3 വിശുദ്ധ കുർബാനകൾ അർപ്പിക്കുമോ? എന്നാൽ താൻ സ്വതന്ത്രനാകും എന്ന് പറഞ്ഞ് അദ്ദേഹം അപ്രത്യക്ഷമായി. ഒരു പ്രത്യേക അനുഭവത്തിലൂടെ കടന്നു പോകുന്ന മരിയയ്ക്ക് വളരെയേറെ ദർശനങ്ങളും വളരെയേറെ പ്രത്യേക അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ശുദ്ധീകരാത്മാക്കൾ മരിയയെ കാണാൻ വരുന്നത് അവർ ജീവിച്ചിരിക്കുമ്പോൾ ജോലി ചെയ്യുന്ന അതേ ഡ്രസ്സിലാണത്രേ. അവരിൽ ഭൂരിഭാഗവും പരിശുദ്ധ കുർബാനയും പ്രാർത്ഥനയും സഹനങ്ങളും ചോദിച്ചിട്ടാണ് വരുന്നത്. ശുദ്ധീകരാത്മാക്കൾ പല കാര്യങ്ങളും മരിയയെ അറിയിച്ചിട്ടുണ്ട്. ശുദ്ധീകരാത്മാക്കളെ ഓർത്തുകൊണ്ട് ഭൂമിയിൽ ഏതെങ്കിലും സഹനമോ ജോലിയോ നന്മയോ പരിത്യാഗമോ നാം കാഴ്ചവെക്കുകയാണെങ്കിൽ അത് അവർക്ക് വലിയ ആശ്വാസമായിരിക്കും എന്നാണ് മരിയ വെളിപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന്, ഒട്ടും താല്പര്യമില്ലാത്ത ഒരു സമയത്ത് ഒരു ശുദ്ധീകരാത്മാവിന് വേണ്ടി അടുക്കളയുടെ തറ കഴുകി വൃത്തിയാക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സഹനം നമ്മൾ യേശുവിൻ്റെ സഹനത്തോടു കൂടെ ചേർത്ത് കാഴ്ചവെച്ചാൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് വീട്ടുജോലികൾ ക്രമമായി ചെയ്യാത്ത, അടുക്കള വൃത്തിയാകാത്ത, ആ പാപത്തിന് പരിഹാരം ചെയ്യുന്ന ഒരു ശുദ്ധീകരാത്മാവിൻ്റെ ആശ്വാസത്തിനായി ഈ സഹനം കാഴ്ചയായി എടുക്കപ്പെടുമെന്നാണ് മരിയ പറയുക. ഓർക്കണേ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ ജോലി കൊണ്ട് ആ സഹനങ്ങളും വേദനകളും സന്തോഷത്തോടു കൂടി നാം കാഴ്ചവെച്ചാൽ എത്ര ശുദ്ധീകരാത്മാക്കളെ നമുക്ക് രക്ഷപ്പെടുത്താനാകും. എൻ്റെ സഹോദരങ്ങളെ, രാവിലെ നേരത്തെ എണീക്കുമ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉറക്കമേ ശരണം എന്ന് പറഞ്ഞു ജീവിച്ച മക്കളുടെ ആശ്വാസത്തിന് അത് കാഴ്ചവെച്ചുകൂടെ? ജോലിഭാരം കൂടുമ്പോൾ ഈ ലോകത്തിൽ അലസരായി ജീവിച്ച് മരിച്ചവർക്ക് വേണ്ടി നമുക്ക് കാഴ്ചവെച്ചുകൂടെ? ആഹാരം കുറയ്ക്കുമ്പോൾ ഭക്ഷണ ആസക്തി മൂലം ശുദ്ധീകരാഗ്നിയിൽ കിടക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി അത് കാഴ്ചവെക്കാമല്ലോ. ചാരിത്രം കാത്തു സൂക്ഷിക്കുമ്പോൾ വ്യഭിചാരം ചെയ്ത് ശരീരത്തിന് മദ്യപാനം, പുകവലി, സ്വയംഭോഗം, സ്വവർഗഭോഗം ഈ പാപങ്ങളാൽ നശിപ്പിച്ച ആത്മാക്കളുടെ ശാന്തിക്ക് വേണ്ടി നമുക്ക് നമ്മുടെ സഹനങ്ങളും നമ്മുടെ സുഹൃതങ്ങളും കാഴ്ചവെച്ചുകൂടെ? അങ്ങനെ ഒരു ദിവസം കൊണ്ട് എത്ര ആത്മാക്കളെ നമുക്ക് നേടിയെടുക്കാം. പരിശുദ്ധ അമ്മ മരിയയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു, ദൈവം അനുവദിച്ചാൽ മാത്രമേ ഒരു ശുദ്ധീകരാത്മാവിന് മനുഷ്യരുടെ അടുത്തേക്ക് വരാൻ കഴിയൂ. മരിയയുടെ അനുഭവം കേൾക്കുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുതേ, ശുദ്ധീകരാത്മാക്കളൊക്കെ നിരന്തരം മനുഷ്യരുടെ അടുത്തേക്ക് വന്നു പോകുന്നവരാണെന്ന്. ശുദ്ധീകരാത്മാക്കൾ അങ്ങനെ ആരുടെ അടുത്തേക്കും വരികയില്ല. പ്രത്യേകമായ അനുവാദത്തോടുകൂടെ പ്രത്യേകമായ ഗിഫ്റ്റ് ഉള്ളവർക്ക് മാത്രമേ ഈ അനുഭവം ഉണ്ടാവുകയുള്ളൂ. മറ്റെല്ലാവരും ആത്മാവിൽ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറയുക. ശുദ്ധീകരാത്മാക്കളെ മനസ്സിലാക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് മരിയ പറയുന്നത് ഇങ്ങനെയാണ്:
അവർക്കായി ധാരാളം പ്രാർത്ഥിക്കുക. വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. അത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. വിശുദ്ധി കാത്തു സൂക്ഷിക്കുക, കൃപയിലായിരിക്കുക. നമ്മുടെ സുതാര്യത നഷ്ടപ്പെടുന്ന എല്ലാം നാം ഉപേക്ഷിക്കണം. സമീകൃത ആഹാരം മിതമായി കഴിക്കുക. മയക്കമരുന്ന്, മദ്യപാനം, പുകവലി, അതുപോലെ ശരീരത്തിൽ അശുദ്ധി വരുത്തുന്ന എല്ലാ പാപങ്ങളും നാം ഉപേക്ഷിക്കണം. ഉപവാസം കഴിയുന്ന രീതിയിൽ അത് അനുഷ്ഠിക്കുക. മരിയ പറഞ്ഞു, ക്രിസ്തുമസ് ദിനത്തിലാണ് ആത്മാക്കൾ അധികവും മോചിക്കപ്പെടുന്നത് എന്നാണ് മരിയയ്ക്ക് ലഭിച്ച അറിവ്. ദുഃഖവെള്ളി, ഉയർപ്പ് ഞായർ, സകല ആത്മാക്കളുടെയും ദിവസം, ഇവയിലും ഏറെ ആത്മാക്കൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ടത്രേ. നാം എത്ര പരിഹാരം അവർക്ക് വേണ്ടി അർപ്പിച്ചു, നാം എത്ര അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നതിനെ ആശ്രയിച്ചാണ് ദൈവം പ്രതിഫലം തരിക. വിശുദ്ധരാകാൻ ഏറ്റവും ആവശ്യം എന്താണ് എന്ന് മരിയയോട് ചോദിച്ചപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ മരിയ പറഞ്ഞത്, എളിമയാണ് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. വിനീതരാകുക, അതാണ് ഏറ്റവും അത്യാവശ്യമെന്നാണ് ഈ മരിയ പറയുക. ഒരിക്കൽ ഒരു ശുദ്ധീകരാത്മാവ്, ഒരു സ്ത്രീയുടെ ആത്മാവ് കയ്യിൽ ഒരു ബക്കറ്റുമായി മരിയയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഈ ബക്കറ്റാണ് എൻ്റെ രക്ഷ. എങ്ങനെയാണ് ഇത് സംഭവിക്കുക? അവൾ ഒരിക്കലും പ്രാർത്ഥിക്കുകയോ പള്ളിയിൽ പോവുകയോ ചെയ്തിട്ടില്ലത്രേ. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കൽ ഒരു ക്രിസ്തുമസ് ദിനത്തിൽ ഒരു വൃദ്ധയ്ക്ക് വേണ്ടി പ്രതിഫലം പറ്റാതെ അവൾ വീട് മുഴുവൻ തുടച്ച് വൃത്തിയാക്കി കൊടുത്തു. ആ സ്നേഹത്തിൻ്റെ പ്രവൃത്തി മൂലം അവൾ നിത്യനരകത്തിൽ ഉൾപ്പെട്ടില്ല. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത്, ഈ ബക്കറ്റാണ് എൻ്റെ രക്ഷ എന്ന്. ഒരിക്കൽ മറ്റൊരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എൻ്റെ മക്കളോട് പറയണം 75 സാധാരണ ദിവസങ്ങളിലെ കുർബാന എനിക്ക് വേണ്ടി അർപ്പിക്കാൻ. അങ്ങനെ ചെയ്താൽ ഞാൻ ഇവിടെ നിന്ന് മോചിക്കപ്പെടുമെന്ന് ആ സ്ത്രീയുടെ ആത്മാവ് വന്നു പറഞ്ഞു. എന്തുകൊണ്ടാണ് അവൾ അവിടെ കിടന്നത്? ജീവിച്ചിരിക്കുന്ന കാലത്ത് കുർബാനയുടെ മഹത്വം മക്കൾക്ക് പറഞ്ഞു കൊടുക്കാതിരുന്നതാണ് അവരുടെ തെറ്റ്. ഒരിക്കൽ 11 വയസ്സുള്ള ഒരു പെൺകുട്ടി സെമിത്തേരിയിൽ കത്തി നിന്നിരുന്ന ഒരു തിരി അവൾ ഊതിക്കെടുത്തി മെഴുക് കളിക്കാൻ എടുത്തുകൊണ്ട് പോയത്രേ. ആ പാപത്തിന് ആ കുട്ടി ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുകയാണ്. മരിയയോട് പറഞ്ഞു, 2 വെഞ്ചിരിച്ച തിരി ആ സ്ഥലത്ത് കൊണ്ടുപോയി എനിക്ക് വേണ്ടി കത്തിച്ചു വെക്കുമോ? മരിയ പറയുകയാണ്, ഭൂമിയിൽ നാം ഒരു പാപം ചെയ്താൽ അതിന് പരിഹാരം ഇരട്ടിയായിട്ടോ അല്ലെങ്കിൽ അതിലധികമോ ആണ് നാം അനുഭവിക്കേണ്ടി വരിക എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന്. എൻ്റെ സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലത്തിൽ കൂടെ പരിശുദ്ധ അമ്മ മരിയയെ കൊണ്ടുപോകുമ്പോൾ മരിയ അവിടെ ഒരു 5 വയസ്സുള്ള ഒരു കുഞ്ഞ് ശുദ്ധീകരാത്മാവിനെ കണ്ടു. മരിയ ചോദിച്ചു, എൻ്റെ കുട്ടി, നീ എങ്ങനെ ഇവിടെ വന്നു? നീ എന്ത് പാപമാണ് ചെയ്തത്? കുർബാന സ്വീകരണം പോലും കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ആ കുഞ്ഞാത്മാവ് പറഞ്ഞു, ഞാൻ ചെയ്ത പാപം ഇതാണ്. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർ ഇരട്ട സഹോദരങ്ങളായിരുന്നു. എന്നും അവരുടെ പപ്പ 2 പൊതി വീട്ടിലേക്ക് കൊണ്ടുവരും. രണ്ടും ഒരുപോലെയുള്ള സാധനങ്ങളായിരിക്കും. ഒരിക്കൽ 2 പാവകളെ കൊണ്ടുവന്നു. ഈ പാവയിൽ ഒരു പൊതി ഈ കുട്ടി വേഗം എടുത്ത് കളിക്കാൻ തുടങ്ങി. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പാവയുടെ കീ പൊട്ടി പാവയുടെ ഡാൻസിങ് നിന്നു. ഈ കുഞ്ഞാത്മാവ് എന്തു ചെയ്തു? അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോക്കി. പപ്പായും മമ്മിയും അവിടെയില്ല, സഹോദരിയും അവിടെയില്ല. അവൾ തൻ്റെ പാവയെ എടുത്ത് സഹോദരിയുടെ പാവയുടെ സ്ഥാനത്ത് വെച്ച് അവളുടെ പുതിയ പാവയെ എടുത്ത് ഇവൾ കളിക്കാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ മരിയ പറഞ്ഞു, ഇതാണോ പാപം? ഇതിനാണോ നീ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നത്? ഇത് പാപമാണോ മോളെ? നിനക്ക് അറിവില്ലായിരുന്നല്ലോ എന്ന്. ആ ശുദ്ധീകരാത്മാവ് പറഞ്ഞു, അങ്ങനെയല്ല. ഈ പാവയെ എടുത്ത് അവിടെ വെക്കുമ്പോഴും ആ പാവയെ എടുത്ത് എൻ്റെ കയ്യിൽ വെക്കുമ്പോഴും എൻ്റെ ആത്മാവിൽ നിന്ന് ഞാനൊരു സ്വരം കേട്ടിരുന്നു, ഇത് ശരിയല്ല കേട്ടോ എന്ന്. നമ്മുടെ ആത്മാവിൽ നിന്നും ഇത് ശരിയല്ല എന്ന് പറയുന്ന ഏതൊരു പ്രവൃത്തി നാം ചെയ്തിട്ടുണ്ടോ അതാണ് പാപം. ചിലപ്പോഴൊക്കെ നമ്മുടെ സഹോദരങ്ങൾ ചോദിച്ചു വരാറുണ്ട്, ഇത് പാപമാണോ ചേച്ചി? ഇത് തെറ്റാണോ ചേച്ചി എന്ന്. പാപം തിരിച്ചറിയാൻ വേറെ ഒരു ജ്ഞാനവും വേണ്ട. നാം ഭൂമിയിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇത് ശരിയല്ല കേട്ടോ. ഇത് ശരിയല്ല എന്ന് ഉള്ളിൽ നിന്നും തോന്നിയിട്ട് നീ ചെയ്തിട്ടുള്ള ഏതൊരു പ്രവൃത്തിയും പാപമായി കണക്കാക്കപ്പെടും.
ആ ശുദ്ധീകരാത്മാവ് പറഞ്ഞു, ഇത് ചെയ്യുമ്പോൾ എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന്. അങ്ങനെയെങ്കിൽ ആ പാപങ്ങൾക്കെല്ലാം നാം കണക്ക് കൊടുക്കേണ്ടി വരും. ആ ശുദ്ധീകരണ കുട്ടി പറഞ്ഞു, കുറച്ച് നാൾ ഞാനിവിടെ കഴിയേണ്ടി വരും, എന്നിട്ട് ഞാൻ എൻ്റെ ഈശോയുടെ മടിയിലേക്ക് പോകും. താങ്കൾ എനിക്ക് വേണ്ടി കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമോ എന്ന്. മരിയാസിമ്മ വീണ്ടും ഈ ശുദ്ധീകരണ സ്ഥലത്ത് കൂടെ നടന്നു പോവുകയാണ്. അനേകം ആത്മാക്കൾ കൈകൾ ഉയർത്തി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി കുർബാന അർപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5:22 നാം കണ്ടു, അവസാനത്തെ ചില്ലിക്കാശും നാം കൊടുത്തു തീർക്കേണ്ടി വരുമെന്ന്. എൻ്റെ സഹോദരങ്ങളെ, ഭൂമിയിലെ നമ്മുടെ കടമകൾ, ഉത്തരവാദിത്തങ്ങൾ നാം തിരിച്ചറിഞ്ഞ് നിർവഹിക്കണം. വിശുദ്ധ പാദ്രോപ്പിയോയും വിശുദ്ധ ചാവറ പിതാവും ശുദ്ധീകരാത്മാക്കളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ പാദ്രോപ്പിയോ പിതാവ് ചാപ്പലിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുരോഹിത വസ്ത്രം ധരിച്ച ഒരു മകൻ അൾത്താരിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും 7 മണി സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും തിരിക്കാൽ വൃത്തിയാക്കുകയും സക്രാരിയുടെ മുമ്പിൽ കുമ്പിടുകയും ചെയ്യുമ്പോൾ പേദ്രോപ്പിയോ പറയുന്നുണ്ട്, സഹോദര, ഇപ്പോൾ അത്താഴത്തിൻ്റെ സമയമാണ്, നീ വേഗം പോയി അത്താഴം കഴിക്ക്, സെമിനാരിയിൽ ഉള്ള നിയമങ്ങൾ നീ പാലിക്ക്. പക്ഷേ അദ്ദേഹം പോയില്ല. അവസാനം പറഞ്ഞു, ഞാനൊരു ജീവിക്കുന്ന വ്യക്തിയല്ല, ഞാൻ മരിച്ച ഒരു ആത്മാവാണ്, ഞാനൊരു പുരോഹിതനല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മുറിയിൽ തീപിടുത്തമുണ്ടായി വെന്തു മരിച്ച ഒരു ബ്രദറാണ് ഞാൻ. പേദ്രോപ്പിയോ ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ അൾത്താരിയിൽ ഓടി നടക്കുന്നത്? എന്തിനാണ് നീ തിരിക്കാലുകൾ വൃത്തിയാക്കുന്നത്? എന്തിനാണ് സക്രാരിയുടെ മുമ്പിൽ കുമ്പിടുന്നത്? ആ ബ്രദർ പറഞ്ഞു, സെമിനാരിയിൽ പഠിക്കുമ്പോൾ എനിക്ക് ഓരോ ഡ്യൂട്ടി തന്നിരുന്നു. അൾത്താര വൃത്തിയാക്കാൻ തന്നപ്പോൾ തിരിക്കാലുകളും ഫ്ലവർ വേസുകളും ഞാൻ നോക്കി, പൊടിയില്ല എന്ന് കണ്ടപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നോക്കി, ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അതങ്ങനെ തന്നെ വെച്ചു. ഓരോ ദേവാലയത്തിൻ്റെ സക്രാരിയിലും ഈശോ മറഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ഓർക്കാതെ, തല കുമ്പിടാതെ, ആചാരം ചെയ്യാതെ ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. 25 വർഷത്തിന് ശേഷം ഈശോ പറഞ്ഞു, ദാ നിന്റെ ചാപ്പലിൽ ഒരു വിശുദ്ധ പുരോഹിതൻ ഇരിക്കുന്നുണ്ട്, പോയി അവൻ്റെ കയ്യിൽ നിന്നും സഹായം വാങ്ങിക്കോളൂ. പറ്റുമെങ്കിൽ ആ അൾത്താരിയിൽ നീ ചെയ്യാതിരുന്ന സൽപ്രവൃത്തികൾ ചെയ്ത് പരിഹാരം ചെയ്തോളൂ. ആ ആത്മാവ് പേദ്രോപ്പിയോയോട് ചോദിച്ചു, താങ്കൾ എന്നെ സഹായിക്കുമോ? എനിക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിച്ച് എന്നെ രക്ഷപ്പെടുത്തുമോ? പേദ്രോപ്പിയോ പറഞ്ഞു, ഓ തീർച്ചയായും, ഞാൻ നാളെ രാവിലെ അർപ്പിക്കുന്ന വിശുദ്ധ ബലിയിൽ നിന്നൊഴുകുന്ന എല്ലാ ദണ്ഡവിമോചനവും താങ്കൾക്കായി സമർപ്പിച്ച് ഞാൻ താങ്കളെ രക്ഷപ്പെടുത്തുമെന്ന്. ഇത് കേട്ടയുടനെ ഈ ശുദ്ധീകരാത്മാവ് കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് പറന്നുപോയി എന്നാണ് പറയുക. പേദ്രോപ്പിയോയ്ക്ക് മനസ്സിലായില്ല എന്താണ് ഇങ്ങനെ സംഭവിച്ചത്. ഈശോയെ വിളിച്ചു വരുത്തി. ഈശോ വന്നപ്പോൾ പേദ്രോപ്പിയോ ചോദിച്ചു, എന്താണ് ദൈവമേ ഈ ആത്മാവ് കരഞ്ഞു പോയത്? ഞാൻ കുർബാന അർപ്പിക്കാമെന്ന് പറഞ്ഞല്ലോ, എന്തു പറ്റി ആത്മാവിന്? ഈശോ പറഞ്ഞു, മോനെ, നീ ഒരു പുരോഹിതനല്ലേ, നിന്റെ കയ്യിലല്ലേ ഞാൻ തിരുശരീരവും രക്തവും മാംസവുമായി മാറുന്നത്, നിനക്കല്ലേ ഒരു കുർബാന അർപ്പിക്കാൻ സാധിക്കൂ? നീ എന്താ ആത്മാവിനോട് പറഞ്ഞ്? നാളെ രാവിലെ 7 മണിക്ക് നീ അർപ്പിക്കുന്ന കുർബാന അവന് വേണ്ടിയാണെന്ന്. ഇന്നിപ്പോൾ സമയം എത്ര മണിയായി? 7 മണി. നാളെ രാവിലെ വരെ എത്ര മണിക്കൂറുണ്ട്? 10 മണിക്കൂർ. ഈ 10 മണിക്കൂറും ജ്വലിക്കുന്ന ശുദ്ധീകരാഗ്നിയിൽ കിടന്നോളാനല്ലേ നീ അവനെ വിധിച്ചത്? ഞാൻ പോലും വിധിക്കാത്ത വിധി. ഞാൻ എന്താണ് നിന്റെ അടുത്തേക്ക് അവനെ പറഞ്ഞയച്ചത്? നീ ഒരു പുരോഹിതനായതുകൊണ്ടും ആ നിമിഷം ഒരു കുർബാന അർപ്പിച്ച് അവനെ രക്ഷപ്പെടുത്തും എന്ന് വിചാരിച്ചല്ലേ ഞാൻ അവനെ നിന്റെ പക്കലേക്ക് പറഞ്ഞയച്ചത്. അപ്പോൾ നീ അവനെ 10 മണിക്കൂർ കൂടി ശുദ്ധീകരണ സ്ഥലത്തേക്ക് വിധിച്ചില്ലേ എന്ന്. പേദ്രോപ്പിയോ അന്ന് മനസ്സിലാക്കിയ ഒരു പുരോഹിതൻ്റെ വില, അന്ന് മനസ്സിലാക്കിയ ഒരു പരിശുദ്ധ കുർബാനയുടെ വില. എൻ്റെ സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലത്ത് ഒരു നിമിഷം കിടക്കുക എന്ന് പറഞ്ഞാൽ ആ നിമിഷം എത്രയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ചാവറ പിതാവിൻ്റെ ആത്മാനുതാപം എന്ന് പറയുന്ന പുസ്തകത്തിൽ പിതാവിൻ്റെ ദർശനം ഇങ്ങനെയാണ് സഹോദരങ്ങളെ. ഒരു വൃദ്ധനായ മനുഷ്യൻ മരിക്കാൻ കിടക്കുകയാണ്. മരണസമയം അടുത്തിട്ടില്ല, പക്ഷേ തളർന്നു പോയ അദ്ദേഹം 4 വർഷം കിടന്നു. ബെഡ്സോറായി ശരീരം മുഴുവൻ വ്രണം വന്നു. ഭാര്യയും മക്കളുമൊക്കെ വെറുപ്പിൻ്റെ മേഖലയിലേക്ക് കടന്നു വന്നു തുടങ്ങി. അദ്ദേഹം കരയാൻ തുടങ്ങി, എനിക്കിപ്പോൾ മരിക്കണം. പക്ഷെ മരണസമയമായിട്ടില്ല. അന്തിമയങ്ങുന്ന നേരത്ത് ചെന്തിയെപ്പോലെ മാലാക ആത്മാക്കളെ കൊണ്ടുവരാൻ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കരച്ചിൽ കേട്ടു. എന്തിനാണ് താങ്കൾ ഇങ്ങനെ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, മതിയായി, ലോകത്തിലെ ജീവിതം എനിക്ക് മടുത്തു, എന്നെ വേഗം കൊണ്ടുപോകണം.
മാലാഖ പറഞ്ഞു, അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ജീവന്റെ പുസ്തകത്തിൽ നിന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് ഞാൻ നോക്കട്ടെ. ജെറമിയ 29:11 കർത്താവ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നാശത്തിനല്ല നിന്റെ ക്ഷേമത്തിന് തന്നെയാണെന്ന്. മാലാഖ പറഞ്ഞു, താങ്കൾക്ക് ഇപ്പോൾ മരണമൊന്നുമില്ല, 4 വർഷം കൂടി തളർന്നു കിടക്കണമെന്നാണ് പദ്ധതി. അദ്ദേഹം പറഞ്ഞു, പറ്റില്ല മാലാഖേ, ഇപ്പം പോണം, ഇപ്പം മരിക്കണം, എനിക്ക് മടുത്തു ജീവിതം. മാലാഖ പറഞ്ഞു, ഒരു വഴിയുണ്ട്, ശുദ്ധീകരണ സ്ഥലത്ത് 3 ദിവസം നീ കിടക്കേണ്ട വരും, സാധിക്കുമോ എന്ന്. അദ്ദേഹം പറഞ്ഞു, 3 ദിവസമല്ലേ, ഞാൻ കിടന്നോളാം, എന്നെ വേഗം കൊണ്ടുപോകണം. മാലാഖ പറഞ്ഞു, റെഡി ആയിക്കോ. അതാ അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെയും കൊണ്ട് മാലാഖ സ്വർഗത്തിലേക്ക് പറക്കുകയാണ്. പക്ഷേ ശുദ്ധീകരണ സ്ഥലം കടന്നു പോകണം. ശുദ്ധീകരണ സ്ഥലത്ത് ചെന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്ഥലമൊന്നും കാണാനില്ല. മാലാഖ പറഞ്ഞു, 1-ാം തട്ടും 2-ാം തട്ടും 3-ാം തട്ടും നോക്കിയല്ലോ, നിനക്ക് സ്ഥലമില്ലല്ലോ, എവിടെയാണ് നിന്റെ സ്ഥലം? താ കിടക്കുന്നു 7-ാം തട്ടിൽ, നരകതുല്യമായ സ്ഥലത്ത്. മാലാഖ പറഞ്ഞു, ഇതാണ് നിന്റെ സ്ഥലം, നീ ഇവിടെ കിടന്നു, 3 ദിവസം കഴിയുമ്പോൾ ഞാൻ വരാൻ കേട്ടോ നിന്നെ കൊണ്ടുപോകാൻ. അങ്ങനെ അവിടെ ആത്മാവിനെ കിടത്തി. മാലാഖ വീണ്ടും ഭൂമിയിലേക്ക് വന്നു ആത്മാക്കളെ കൊണ്ടുപോകാൻ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര ബഹളം, വലിയ കരച്ചിൽ. ശുദ്ധീകരണത്തിൻ്റെ 7-ാം തട്ടിൽ നിന്ന് കള്ളൻ മാലാഖ, ചതിയൻ മാലാഖ, ദുഷ്ടൻ, എന്തുകൊണ്ട് എന്നെ കൊണ്ടുവരാൻ വരാത്തേ എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. മാലാഖ പറഞ്ഞു, ഭൂമിയിലോ നീയെ സ്വൈരം തന്നിട്ടില്ല, ഇപ്പോൾ ഇവിടെയും വന്ന് നീ എന്താ ബഹളം വയ്ക്കുന്നേ? മാലാഖയോട് പറഞ്ഞു, നീ യേശുവിൻ്റെ മാലാഖയല്ല, നീ ചതിയൻ മാലാഖ. 3 ദിവസം കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് 30,000 കൊല്ലമായല്ലോ ഞാനിവിടെ കിടക്കുന്നു, എന്തേ നീ വരാത്തത്? മാലാഖ പറഞ്ഞു, അതാണോ നിന്റെ പ്രശ്നം? നിന്റെ കണ്ണുകൾ ഞാൻ ഭൂമിയിലേക്ക് അയക്കാം. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അയച്ചു. ആ സമയം അവിടെ ഭയങ്കര ബഹളമാണ്. അപ്പൻ്റെ ബോഡിയിൽ ഓർക്കിഡ് പൂക്കൾ വെക്കണ്ടേ, സോക്സ് ഇടണ്ടേ, കൊന്ത വെക്കണ്ടേ, കിരീടം വെക്കണ്ടേ, പുഷ്പകിരീടം വെക്കണ്ടേ, അച്ഛനെ വിളിച്ചോ, ഭയങ്കര ബഹളം, ശവടപ്പിനുള്ള ഒരുക്കം. മാലാഖ പറഞ്ഞു, നിന്റെ വീട്ടിലെ ക്ലോക്കൊന്ന് നോക്കിയേ, ഇപ്പം എത്രയാ സമയം? ഇവൻ പറഞ്ഞു, 11:40. നിന്നെ അവിടുന്ന് കൊണ്ടുവരുമ്പോൾ ഞാൻ സമയം നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു സമയം? 11:30. ഇപ്പോൾ എത്ര മിനിറ്റ് ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നു? 10 മിനിറ്റ്. ഇതാണോ 30,000 കൊല്ലം നീ കിടന്നു എന്ന് പറയുന്നത്? ആ ആത്മാവ് പറഞ്ഞു, എൻ്റെ പൊന്നു മാലാഖേ, ഇതാണോ ഇവിടുത്തെ സഹനം? എന്നെ വീണ്ടും ഭൂമിയിലേക്ക് അയക്കുമോ? ഞാൻ 4 വർഷം കൂടി അവിടെ തളർന്നു കിടന്നോളാം. മാലാഖ പറഞ്ഞു, അതല്ലേ നിന്നോട് പറഞ്ഞത്, യേശുവിന് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. നിന്റെ പാപത്തിൻ്റെ പരിഹാരം ഭൂമിയിൽ വെച്ച് തന്നെ നീ ശാരീരിക പീഡയാൽ അനുഭവിക്കണമെന്നായിരുന്നു പദ്ധതി. നിനക്കത് പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഞാൻ വീണ്ടും നിന്നെ ഭൂമിയിലേക്ക് അയക്കാം. എൻ്റെ സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലത്തെ ഒരു നിമിഷം ചിലപ്പോൾ ലോകത്തിലെ 1000 വർഷം പോലെയായിരിക്കും. നമുക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ട അവസ്ഥ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. പല കാലങ്ങളിൽ പല ദേശങ്ങളിലുള്ള വ്യക്തികളോട് ഈശോയും മാതാവും കൊടുത്ത അനുഭവങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരണ സ്ഥലം ലക്ഷ്യമാക്കിക്കൊണ്ട് ക്രമപ്പെടുത്താം. പരിശുദ്ധ അമ്മ അതിനായി നമ്മെ സഹായിക്കട്ടെ.